സുഗമോ ദേവിയിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതി പറഞ്ഞ പ്രകാരം മുരളിയാണെങ്കിൽ ചന്ദ്രവത്തേക്ക് വരികയാണ്. അങ്ങനെ പ്രഭാവതിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇവിടെ ഡ്രൈവറിൻ്റെ ജോലി കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രഭാവതിക്ക് ഒരു വിഷമമൊക്കെ വരുന്നുണ്ട്. എന്നുവെച്ചാൽ ദേവിക ഡ്രൈവറായിട്ടല്ലേ മുരളി വരുന്നത്. എന്നാലും പ്രഭാവതി പറയാണ്, ഞാൻ എല്ലാവരുടെ അടുത്തൊന്നും സംസാരിച്ച് നോക്കട്ടെ. അങ്ങനെ സിദ്ധാർത്ഥനോടും ദേവികയോടും നന്ദനോടും കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമാകുന്നുണ്ട്. മാത്രമല്ല മുരളി ഡ്രൈവറായിട്ട് വരികയാണെങ്കിൽ ദേവികയുടെ സെക്യൂരിറ്റിയുടെ കാര്യം പിന്നെ ചിന്തിക്കണ്ടല്ലോ. മുരളിയാകുമ്പോൾ ദേവിയെ ചതിക്കത്തില്ലെന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം. നന്ദുവിന് സന്തോഷമാകുന്നുണ്ട്. ഇനി ടെൻഷൻ വേണ്ടല്ലോ. എന്തായാലും നന്ദു ഡ്രൈവറാവാൻ ദേവിയെ സമ്മതിക്കത്തില്ലെന്ന് നന്ദുവിനറിയാം. അപ്പം മുരളി ആവുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ. സമയത്താണെങ്കിൽ രജനിയാണെങ്കിൽ കാര്യം അറിയുന്നുണ്ട്, മുരളി ഡ്രൈവറായിട്ട് വന്ന കാര്യം. അപ്പോഴത്തേക്ക് രജനിക്ക് ഭയങ്കര ദേഷ്യവും ബഹളവും ഒക്കെ തുടങ്ങി. ഗിരീഷിനോട് പറയാണ്, എന്തായാലും അവളുടെ ഡ്രൈവറായിട്ട് മുരളിയേട്ടൻ ജോലിക്കെടുത്തത് ശരിയായില്ല. ഇനിയിപ്പം നമുക്ക് പറഞ്ഞു നടക്കാമല്ലോ, എൻ്റെ ശമ്പളക്കാരനാണ് മുരളിയേട്ടൻ, അവരുടെ കുടുംബം കഴിയുന്നത് എൻ്റെ ആനുകൂല്യത്തിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കാമല്ലോ. ഗിരീഷ് പറയാണ്, അതെന്തിനാ അങ്ങനെ പറയുന്നത്, നീ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? അത് കൊണ്ടൊന്നുമല്ല, ഒരു ഡ്രൈവറിൻ്റെ വേക്കൻസി ഉണ്ടായിരുന്നു. ആ ജോലി മുരളിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മുരളി അവിടെ വന്ന്, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ പോരെ. കുഞ്ഞുങ്ങളൊക്കെ ദേവികയുടെ ആരാധകരാണല്ലോ ഇപ്പം എന്നും പറഞ്ഞ് രജനി കിടന്നങ്ങ് ബഹളത്തോട് ബഹളം. രജനിക്കാണെങ്കിൽ ദേവികയുടെ അങ്ങ് കുശുമ്പാണ്. അതിൻ്റെ ബഹളമാണ് നടത്തിക്കൂട്ടുന്നത്. ഈ സമയത്താണെങ്കിൽ ത്യാഗരാജൻ അറിയുന്നുണ്ട് മുരളിയാണ് ഇനി ഡ്രൈവറായിട്ട് ദേവിയുടെ കൂടെ ഉള്ളതെന്ന്. അപ്പോൾ ഉടനെ അത് ഋഷിയെ വിളിച്ച് പറയാണ്, ഇപ്പോൾ ദേവികയുടെ ഡ്രൈവറായിട്ട് വരുന്നത് മുരളിയാണ്. മുരളിയാണെങ്കിൽ നമുക്ക് സന്ദീപിനെ സ്വാധീനിച്ച പോലെ സ്വാധീനിക്കാനൊന്നും പറ്റത്തില്ല. അവൻ അവരുടെ ആളാണ്. മാത്രമല്ല എൻ്റെ ചേച്ചിയാണ് അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുന്നത് ദേവികയുടെ ഡ്രൈവറായിട്ട് പോകണം എന്ന് പറയുന്നത്. അവനെ അതുകൊണ്ട് അവരെ അവിടെ ഇടിക്കുകയും ചെയ്യും, ദേവികയുടെ ഡ്രൈവറായിട്ട് ഇടിക്കുകയും ചെയ്യുമെന്ന് ത്യാഗരാജ ഋഷിയോട് പറയുകയാണ്. ഋഷി പറയാണ്, ഇനി നമുക്ക് കാറോ ഡ്രൈവറോ ഒന്നും വേണ്ട അവളെ കൊല്ലാൻ. ഞാൻ വേറെ പ്ലാൻ നോക്കുന്നുണ്ട്. അതിലൂടെ ഞാൻ നടപ്പാക്കും. അവളെയും അതേപോലെ അവളുടെ അമ്മായിയമ്മ പ്രഭാവതിയെയും ഞാൻ കൊല്ലും. അവർ കാരണമാണ് ഞാൻ ഈ കഷ്ടപ്പാട് മൊത്തം അനുഭവിച്ചത്. എൻ്റെ കൊന്നതും അവരാണ്. അതുകൊണ്ട് അവരോട് പൊറുക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറില്ല. അവർക്കും അവരുടെ മരുമകൾ ദേവികയ്ക്കും എല്ലാം വേണ്ടിയുള്ള പ്ലാനൊക്കെ ഞാൻ തയ്യാറാക്കിക്കോളാം. അതിന് ഒരു ഡ്രൈവറിൻ്റെ ആവശ്യമില്ല. ഇന്നത് ഇടപെടാതിരിക്കുന്നതെന്നല്ല എന്ന് ത്യാഗരാജൻ്റെ അടുത്ത് പറയുകയാണ് ഋഷി. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തോളാം എന്ന് ഋഷിയാണെങ്കിൽ ത്യാഗരാജൻ്റെ അടുത്ത് പറയുകയാണ്. ത്യാഗരാജൻ പറയുകയാണ്, നീ എന്ത് ചെയ്താലും മാഡം അറിയാൻ പാടില്ല എന്ന് പറയാണ്. അത് നീ ശ്രദ്ധിച്ചോണം എന്ന് ത്യാഗരാജൻ ഋഷിയോട് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് വിശേഷം, വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.